ഡിസംബർ 25 ക്രിസ്മസ്, ദൈവപുത്രൻ്റെ ജനനം. ഉണ്ണിയേശുവിനെ നിങ്ങളുടെ കൈകളിലെടുത്ത് അവൻ്റെ മനോഹരമായ മുഖത്തേക്ക് നോക്കുക. ആദരപൂർവ്വം ആ മുഖത്ത് ചുംബിക്കുകയും അവനോടൊപ്പം ആനന്ദിക്കുകയും ചെയ്യുക. നിനക്കിത് ചെയ്യുവാൻ സാധിക്കും. കാരണം അവൻ വന്നിരിക്കുന്നത് തന്നെ ഭക്ഷണമാക്കി നൽകിക്കൊണ്ട് പാപികളെ മോക്ഷത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയുമായി പങ്കാളിത്തമുള്ള ഇടയന്മാരാൽ ഭരിക്കപ്പെടുകയും ജീവദാതാവായ പരിശുദ്ധാത്മാവിനാൽ ജീവൻ നൽകപ്പെടുകയും ക്രിസ്തു ചിന്തിയ രക്തത്താൽ നേടപ്പെടുകയും ചെയ്ത തിരുസഭയിലെ ദൈവജനമെന്ന മഹാരഹസ്യത്തെക്കുറിച്ച് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യ സ്വഭാവവും ശരീരവും ആത്മാവും സ്വീകരിച്ചുകൊണ്ട് വചനം ഭൂമിയിലേക്കിറങ്ങിയ ഈ ദിവസം പരിശുദ്ധാത്മാവിനാൽ ജീവൻ നൽകപ്പെട്ട രക്ഷകൻ്റെ തിരുശരീരത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുവാൻ നമുക്കെങ്ങനെ കഴിയും? ഇക്കാരണത്താൽ തന്നെ സമാന സാദൃശ്യങ്ങളാൽ തിരുസഭയെ വചനത്തിൻ്റെ അവതാര രഹസ്യത്തോട് ഉപമിക്കുന്നു. ക്രിസ്തുവിൽ നൽകപ്പെട്ട സ്വഭാവങ്ങൾ വേർതിരിക്കാനാവാത്ത വിധം ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയും ദൈവീക വചനത്തെ മോക്ഷദായകമായ ജീവനുള്ള മാർഗമായി കണ്ട് സേവിക്കുകയും ചെയ്യും.